ഹലോ, എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ് കേട്ടോ. ഞാൻ ഈ വർഷത്തെ എൻ്റെ വിഷുവിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സാധാരണ വിഷു ഓണമൊക്കെ വരുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കും. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റ് എഴുതും. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ട സാധനങ്ങൾ, പിന്നെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ട സാധനങ്ങൾ, ഇതെല്ലാം ലിസ്റ്റ് ഇതുപോലെ എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കും ഒരു 2 ദിവസത്തിന് മുൻപ് തന്നെ. എങ്കിലേ നമ്മൾ സമയത്ത് ഓർഡർ ചെയ്ത സാധനം എല്ലാം നമുക്ക് സമയത്ത് തന്നെ വീട്ടിൽ കിട്ടത്തുള്ളൂ. ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് മേടിക്കേണ്ട സാധനങ്ങൾ, ഇന്ത്യൻ സ്റ്റോർ, അത് നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാം. അതെല്ലാം ഞാൻ ഓർഡർ ചെയ്തു. പിന്നെ അല്ലാതെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതും ഞാൻ എല്ലാം ഓൺലൈൻ ചെയ്തു. ആദ്യം ഇന്ത്യൻ സാധനങ്ങളെല്ലാം വന്നു. കണിവെള്ളരി ഉണ്ട്, തേങ്ങ, അരി, നമ്മുടെ മട്ടയരി, അല്ലെങ്കിൽ നമ്മൾ മട്ടയരിയായിട്ട് വിഷുവായിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ മട്ടയരിയ വാങ്ങിക്കണം. പടവലങ്ങ, ചേന, അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട്, കറിവേപ്പില എല്ലാം ഉണ്ട്. അങ്ങനെ ഇന്ത്യൻ സാധനങ്ങളെല്ലാം വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള ഡെലിവറിയും വന്നു. അത് നമ്മളുടെ ഫ്രൂട്ട്സും ബാക്കിയുള്ള സാധനങ്ങളുണ്ടല്ലോ, ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ, അത് എല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവൽ വരട്ടിയായിരുന്നു സ്നാക്കായിട്ടായിട്ട്. ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഞാൻ അവൽ മേടിച്ചിരുന്നു. അങ്ങനെ അവൽ വരട്ടി. ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പിന്നെ ഒരു തവണ ഇടാം. പിന്നെ ഇതാണ് വേറൊരു സാധനം, ഞാൻ വിഷു ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് ആൾക്കാർ. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കൊണ്ട് അതിൻ്റെ മാവ് ഉണ്ടാക്കാൻ പറ്റും. അരയ്ക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഞാനിതൊരു റെസിപ്പി കണ്ട് ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയതാണ്. എപ്പോഴെങ്കിലും ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇടാം. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. ഇവിടെ അപ്പൂൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൂൻ്റെ അച്ഛൻ പറഞ്ഞു, ഇത്രയും സോഫ്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്, അരയ്ക്കാണ്ട് പഴമൊന്നും ചേർക്കാതെ എന്ന്. ഒരു തവണ പറ്റിയാൽ ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഇടാം കേട്ടോ, ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട്. വിഷുവിൻ്റെ തലേദിവസം രാവിലെ പയ്യനെ സാധനങ്ങളെല്ലാം ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വന്നതും നമ്മൾ ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വന്നതും എല്ലാം നമ്മളെടുത്ത് നിരത്തി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ചേമ്പ്, മറ്റേ ചേന, അമരപ്പയർ എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ പയ്യനെ രാവിലെ തൊട്ടിരുന്ന തലേദിവസം രാവിലെ തന്നെ തൊട്ട് എല്ലാം അരിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ വിഷുവിൻ്റെ അന്ന് രാവിലെ ജസ്റ്റ് നമുക്ക് കുക്ക് ചെയ്താൽ മതിയല്ലോ. എല്ലാ സാധനങ്ങളും, നമ്മുടെ കറിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ അരിഞ്ഞ് കറക്റ്റ് ഓരോന്നും ഇങ്ങനെ ഓരോ പാക്കറ്റിലാക്കി നമ്മൾ വെക്കും. ഇതെല്ലാം ചെയ്യാൻ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഒരാളുണ്ട്, എല്ലാ ഹെൽപ്പിനുമായിട്ട്. നാട്ടിൽ നിന്ന് വന്ന എൻ്റെ ഒപ്പയറാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ, ചിലതൊക്കെ ചോപ്പറിലാണ് നമ്മൾ ചോപ്പ് ചെയ്തത്. ഇതൊക്കെ കണ്ടോ, ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൈനാപ്പിൾ, ക്യാബേജ്, ബീട്രൂട്ട് പച്ചടിക്കുള്ളത്, ബാക്കി സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, അതിനകത്ത് തന്നെ കണ്ടോ വെണ്ടയ്ക്ക ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇതെല്ലാം കഴുകി ഞെട്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കുകയാണ്. പിന്നെ കുറച്ച് സോയയുണ്ട്, ഒരു ഇറച്ചി മസാല ഒക്കെ ഇട്ട പോലെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുക്കുംബറുണ്ട്, അത് ഓലന് വേണ്ടിയിട്ടാണ്, അവിയലിനുള്ള സാധനങ്ങൾ. കണ്ടോ, ഇങ്ങനെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. ഇത് എന്താണെന്നറിയോ, ഇത് നമ്മുടെ ലസാനിയുടെ ഷീറ്റാണ്. ഇങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കും. ഇത് കുറച്ച് നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ട്, ഒരുപാട് സമയം എടുക്കും. വളരെ കുഞ്ഞായിട്ട് ഇങ്ങനെ നുറുക്കി എടുത്തിട്ട് നമ്മൾ പായസത്തിനാണ്, നമ്മൾ അടപ്രഥമൻ വെക്കുന്നത് പോലെ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ദിവ്യ എനിക്ക് പറഞ്ഞു തന്നതായിട്ടോ എങ്ങനെ ചെയ്യണമെന്ന്. അതിൻ്റെയും റെസിപ്പി ഞാൻ ഒരു പ്രാവശ്യം ഇടാം. പിന്നെ കണി വെക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഒന്നിച്ച് വെക്കുകയാണ്. ഇതൊക്കെ ഞാൻ തലേ ദിവസം ഒരു ഉച്ചയ്ക്ക് മുന്നേ എടുത്ത് ഇങ്ങനെ റെഡിയാക്കി വെക്കും. എന്നിട്ട് സന്ധ്യ ആയപ്പോഴേക്കും പിന്നെ വിളക്കൊക്കെ കത്തിച്ച് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് എല്ലാം ക്ലീനൊക്കെ ചെയ്ത് വെച്ച് ഞാൻ പിള്ളേരെയും കൂടെ അതിനകത്ത് അവരെയും കൂടെ മാക്സിമം ആഡ് ചെയ്യാനായിട്ട് നോക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നുണ്ട്, ഇപ്പോൾ രണ്ടുപേരും കുറച്ച് കോൺഷ്യസ് ആണ് എനിക്ക് എടുത്തോണ്ട് തരലായിട്ട് സാധനങ്ങളെല്ലാം. അവർക്ക് മനസ്സിലായി വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് മാക്സിമം പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 10-11 മണിയായപ്പോഴേക്കും രാത്രിയിൽ കിടന്നു. രാവിലെ ഒരു 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേക്കാം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.